ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഗൈസ് നമ്മളെ $1 ബില്യൺ പാക്ക് ഗൈസ് നമ്മൾ കറക്കലാണ്. അപ്പോൾ ഗൈസ് അതിന് മുമ്പ് ഇത് കൊടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഓഫർ കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ അതിന് മുമ്പ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ ടൈം പിന്നെ ഷോർട്ട് ടൈമിൻ്റെ പിന്നെ ഇതില്ലേ നമ്മളെ ലിങ്ക് പ്ലേ പാക്കും അപ്പോൾ അതിൻ്റെ ഫ്രീ ടൈം ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഒക്കെ കറക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോർമൽ പ്ലെയർ ഓഫ് ദി വീക്കത്തെ കറക്കാണ്. അതിൽ വലിയ ടാർഗറ്റ് ഒന്നുമില്ല. വെർജിൽ വാണ്ടേക്കൊന്നും കിട്ടിയ കുഴപ്പമില്ല, കളിക്കൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആര് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കറക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ പോയിട്ടുണ്ട്. 94 CF ആണ് ഗൈസ്. അപ്പോൾ സ്കിപ്പ് അടിച്ചളിയാ, അതെല്ലാം എത്തുന്നില്ല. ആൾക്ക് സ്വന്തം ഒരു പ്ലെയർ വേണം പോയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചാമ്പ്യൻസ് ലീഗത്തെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ ട്രൈ ആണ്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് പറയുകയാണെങ്കിൽ ഇച്ചിരി ടാർഗറ്റ് ഒന്ന് നമ്മളെ യമാനിൻ്റെ കാർഡ് ടാർഗറ്റ് ഉണ്ട് ഗൈസ്. യമാനിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതിനുശേഷം ഡംബലെ ഡീപ് പ്ലേയിങ് ഫോർവേഡ്, പിന്നെ ഗുള്ളറുണ്ട്. ഗുള്ളറും ക്രിയേറ്റീവ് പ്ലേ മേക്കറും ഒന്നുണ്ട് ഗൈസ്. അത് നമുക്ക് അതിൻ്റെ ഫ്രീ ട്രൈ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ട്രൈ എടുക്കുകയാണ്. ഫസ്റ്റ് നേസം കൊടുത്തിട്ടുണ്ട്, കേസ് അടിച്ചിട്ടില്ല, അല്ല അത് കിട്ടും കുഴപ്പമില്ല. അപ്പോൾ ആരാണ് 94 LMF യമാല അല്ല, ഇത് ഏതാണ് ലുക്മാനോ എന്തൊരു പ്ലെയർ ഗൈസ്. ലുക്മാൻ അതൊരു പ്ലെയറാണ് ഗൈസ്. നമുക്ക് അടുത്ത് കിട്ടിയത് ചാമ്പ്യൻസ് ലീഗിൽ ഗൈസ്. അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് വരിയില്ല പ്ലെയർ ഒന്നുണ്ട്. അത് ഞാൻ നമ്മളെ ജാപ്പനീസത്തെ ഈ ഫ്രീ ട്രൈ എടുക്കലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ഡ്രൈയിൽ കിട്ടിയ മുതലാവുന്ന പ്ലെയർ ആ 100 CF ഇല്ലേ ആളെ കിട്ടിയ നിങ്ങൾക്ക് എന്തായാലും മുതലാവും. കാരണം പറയുകയാണെങ്കിൽ ആൾ നല്ല രീതി ഹെഡ് കിട്ടും. ആളെ പ്ലേ സ്റ്റൈൽ എന്നാൽ ടാർഗറ്റ് മാനാണ് സാറെ പ്ലേ സ്റ്റൈൽ. അപ്പോൾ ആൾ ഹെഡ് കിട്ടാൻ പറ്റിയ പ്ലെയറാണ് ഗൈസ് ആള്. അപ്പോൾ ആൾ കിട്ടിയ ഞങ്ങൾക്ക് മുതലാവും ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ വല്ലതൊന്നുമില്ല. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത കസ്റ്റമർ അടുത്ത ഈ ഒരു ചോട്ടമേ ബാക്ക് എടുക്കാണ്. ഇതിൽ ചില ആർക്കിട്ടില്ല. സീവനായിട്ട് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആ കീപ്പറിന് തീരും വേണ്ട, തോലുവർക്കാനൊക്കെ ഉണ്ട്. സീവനായിട്ട് വല്ല കുഴപ്പമില്ല. നമ്മൾ ഫീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിലെന്തുമില്ല. നമുക്ക് ഫ്രീ സ്പിന് കാരണം സാധാരണ തരലൊന്നും ഇല്ല, അതേമാതിരി തന്നെ ഇപ്പോഴും. അപ്പോൾ ഗൈസ് അടുത്ത നമുക്ക് നമ്മുടെ മെയിൻ $1 ബില്യൺ പാക്ക് എടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ഈ നെഡ്വെൻഡിൻ്റെ ഗുൾട്ടിൻ്റെ പാക്ക് നമ്മൾ ലാസ്റ്റ് കറക്കാണ്. അതിൽ 90 വയസ്സ് മുതലാവില്ല, ഇതിൽ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അതിലൊന്നും കിട്ടാൻ സ്ഥിതിക്ക് കൊനാമി ചിലപ്പം ഇതിൽ തരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മളെ മെയിൻ ടാർഗറ്റ് ആർക്കെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ജെറാഡിൻ്റെ ഈ ഒരു കാർഡാണ്. ജെറാഡിന് കട്ടിച്ച് കുറച്ചൊക്കെ ഇതുണ്ട്. ആ മെയിൻ ആച്ചില്ല. പിന്നെ നമ്മളെ ടോട്ടില്ലേ ആടെ കാർഡ് കിട്ടിയ നല്ല ഉപകാരം ആ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ജെറാഡ് വലുതല്ല, മെയിൻ ഇത് ടോട്ടിയാണ് ഒരു പ്ലെയർ. പിന്നെ നമ്മളെ റൊണാൾഡീനിയോ ആണ്. റൊണാൾഡീനിയോ പ്രൊഫഷണൽ വിങ്ങറാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഈ 3 പ്ലേയേഴ്സാണ് മെയിൻ ടാർഗറ്റ്. അതിൽ ടോട്ടി റൊണാൾഡീനിയോ ഇവരാണ് മെയിന്. പിന്നെ അഡ്മിഷന് കാണട്ടെ, പിന്നും കുഴപ്പമില്ല ഗൈസ്. അഡ്മിഷന് കാണും ആങ്കർമാനാണ്, അപ്പോൾ പിന്നും കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മളെ ബർബറ്റേനെ വേണ്ട ശരിക്ക് കിട്ടിയ യൂസ്ഫുൾ ആവും. കാര്യം ഫോളോനെ ബാറ്റ്സ്കിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ ഇതുണ്ടാവില്ല കാര്യം. പൈസ്മിന് കഫൂൻ്റെ കാർഡാണ്. കഫൂനെ അടിച്ച് വേണ്ട സാധിച്ച് നമുക്ക് ഇതിനു മുമ്പ് ഫ്രീ കിട്ടിയ നമ്മുടെ ജനാറ്റിൻ്റെ കാർഡില്ലേ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഫൂനെ വേണ്ട. പിന്നെ ഇവിടെ ഒന്നും കിട്ടും, പിന്നും കുഴപ്പമില്ല. ഇത് തീരെ വേണ്ട ആ കീപ്പറിൻ്റെ കാർഡാണ്. ഈ പെറൂസോ ഇതൊരു കീപ്പർ, ആൾ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. ആൾ തീരെ വേണ്ട. ചൊലുവർക്കാരുണ്ടോ അപ്പോൾ തീരെ വേണ്ട. അയാളെ കിട്ടിയാൽ നമുക്ക് ഒരിക്കലും വർത്താവുമല്ലോ. എല്ലാവരും പവറില്ല പ്ലെയർ ഓഫ് ഇങ്ങനെ കാർഡൊക്കെ വരലുണ്ട്. ഇപ്രാവശ്യം തന്നെ ഏത് പ്ലെയർ ഓഫ് ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് വന്നിട്ടുണ്ട്. അതിൽ നമ്മളെ റയാൻ്റെ കാർഡ് തന്നെയില്ലേ ആ കീപ്പർ ആളെ അയാളൊക്കെ എത്ര എത്തും തോന്നുന്നുണ്ട്. കാരണം അയാൾക്ക് കൊനാമിക്ക് ഒന്നും കൂടി ഇയാൾക്കൊന്ന് പവർ കൊടുക്കേനു.
ഇപ്പം 12 ക്യാൻസൽ ആക്കി ഫസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് സ്പിന്ന് എന്തുമില്ല. ഫസ്റ്റ് ഒരു സ്പിന്ന് കൊടുത്തോണ്ട് 8 ആക്കാം. അങ്ങോട്ട് നമുക്ക് 20 രണ്ടെണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മള് ഡീറ്റെയിൽസ് നോക്കേണ്ടി സെക്കൻഡ് സ്പിന്ന് കൊടുക്കാണ്. അപ്പൊ സെക്കൻഡ് സ്പിന്നിൽ ഗൈസ് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതറിയാനയ്യോ. അപ്പൊ സെക്കൻഡ് സ്പിന്നിൽ ഒന്നും കിട്ടിയില്ല ഗൈസ്. അടുത്ത ദിവസം നമുക്ക് തേർഡ് സ്പിൻ എടുക്കാം. ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാണ് ഗൈസ്. അപ്പൊ തേർഡ് സ്പിന്നിൽ വെക്കുന്ന സമയത്ത് ഗൈസ് ഇതില് ഒന്നില്ല GK. ഇതിൽ ഗൈസ് നമുക്ക് ഒന്നില്ല 24 GK. അടുത്തൊരു ഫ്രീ ട്രൈ ഉണ്ട്, അത് കൊടുത്തു നോക്കാം. മിക്കവാറും കൊനാമിങ് പകലായി 20 ഫ്രീ ട്രൈ ഇല്ലേ, കറക്റ്റ് ഒന്നും കിട്ടാത്ത പോലെ ആ ഫ്രീ ട്രൈ എടുക്കേണ്ടി വരും. നമുക്കൊക്കെ അത്ര ലക്കേ ഉള്ളൂ. അപ്പൊ അതില്ല. അടുത്ത ദിവസം നമുക്ക് ഒരു ഫ്രീ ട്രൈ ഉണ്ട്. നമുക്കൊന്നും ഇത് എത്രാമത്തെ 5ാമത്തെ സ്പിൻ കൊടുക്കുക ഗൈസ്. നമ്മൾ 5ാമത്തെ സ്പിന്ന് ഇതിലും ഗൈസ് നമുക്ക് ഒന്നും ഇല്ലടാ. സ്പോർട്സ് പ്ലെയർ 75 LB. അപ്പൊ നമ്മളെ 6ാമത്തെ സ്പിന്ന് കൊടുക്കാണ്. മുമ്പ് നമ്മളെ റൊണാൾഡീനോ ഇട്ടാണ്ട് കൊടുത്തു നോക്കാം. അപ്പൊ റൊണാൾഡോ ഇട്ടാണ്ട് നമുക്ക് സ്പിന്ന് ചെയ്ത് നോക്കാം. 2 ക്യാൻസൽ ആക്കി 3ാമത്തെ സ്പിന്നിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിൽ കിട്ടും നോക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇതിലും ഒന്നുമില്ല. അപ്പൊ നമുക്ക് എത്രണ്ണായി? 2 അപ്പൊ നമുക്ക് 7ാമത്തെ ഒന്നുണ്ട് ഗൈസ്. നമുക്ക് 7ാമത്തെ സ്പിൻ എടുക്കാം. ഇതിലും ഒന്നും കിട്ടിയതിന്. ഇതിലും കീപ്പർ 2 കീപ്പർ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഒരു സ്പിന്നിന്റെ ലാസ്റ്റ് എടുത്തു നോക്കാം. നമുക്ക് ജെറാഡ് എടുത്തു നോക്കാം. നമുക്ക് വേണ്ടെന്നും കൊടുത്തു നോക്കാം. അപ്പൊ ഒരു ഫ്രീഡിന്റെ ലാസ്റ്റ് ആണ്. ഒരു ഫ്രീഡ് എടുക്കണം കേസ് ഒന്നും കിട്ടിയില്ല. അടുത്ത് 10 കൊടുത്തു നോക്കാം. അപ്പൊ 10 ചെറിയ ട്രിക്കായിട്ട് വന്നേന്. അപ്പൊ ഇത് നമുക്ക് മിനിമം ഹൈലൈറ്റിങ് അടിച്ചു. ആ ഒരു ട്രിക്കാണ് മാറി. അതാ ജെറാഡ് മാറി അയച്ചെന്നൊക്കെ. ഇപ്പൊ അയച്ചങ്ങതാക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കണോ? റൊട്ടേഷൻ വരുന്നൊക്കെ ആക്കല്ലേ ആക്കി നോക്കട്ടെ. ഇതാ വേറെ വേറെ നട്ട് അറിയാതെ. ഇതാണ് ട്രിക്ക്. അപ്പൊ ഇങ്ങനെ ആക്കി വെക്കാം. കൊറേ റൊട്ടേറ്റ് ബട്ടൺ കൊറേ നോക്കി ഗൈസ്. നമുക്ക് ഈ ട്രിക്ക് വേണ്ട, വേറെ ട്രിക്ക് ആക്കിയാലോ? വേറെ ട്രിക്ക് ആക്കണം. ഇതൊക്കെ ഒഴിവാക്കിയാണ്ട് ഇത് വെച്ചാൽ 10 ഗൈസ്. നമ്മൾ 3 ക്യാൻസൽ വെക്കുക. അങ്ങനെ വെച്ചാൽ നമ്മൾ ഡീനിയോനെ തൊടുക ഗൈസ്. നമ്മളെ ഡീനിയോനെ തൊടുക. ഇതൊക്കെ തൊള്ളയിലും സാധാരണ കിട്ടുന്നതൊക്കെയാണ് ഗൈസ് നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ട്രൈ 3 വട്ടം ക്യാൻസൽ അടിച്ച. അതിനുശേഷം 10 ഡയറക്റ്റ് എടുക്കുക. ഇങ്ങനെ എടുത്ത ഹൈലൈറ്റ് മിനിമം ഹൈലൈറ്റ് എന്തായാലും അടിച്ചു ഗൈസ്. എപ്പി കിട്ടിയാൽ മതി ഗൈസ്. ട്രിക്ക് കറക്റ്റായില്ല ഗൈസ്. ഹൈലൈറ്റ് അടിച്ചില്ല ഉറപ്പാണ്. പച്ച കണ്ടോ ഹൈലൈറ്റ് അടിച്ചില്ല. ട്രിക്ക് ഏകദേശം ഒക്കെ വർത്തായിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രീ ട്രൈ കഴിയാണ്ട് കൊനാമി അങ്ങനെ ആക്കിയേക്കാണ് 2 ഇത് ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് 2 ഹൈലൈറ്റ് ആയിട്ടുണ്ട്. സാധാരണ 900 കോൺസിലൊക്കെ താഴെയുണ്ട്. പിന്നെ ഓൾറെഡി ഇതിൽ ഇതേമാതിരി ഒന്ന് ആക്കി വെക്കാം. അപ്പോൾ ഓൾറെഡി ഇതിൽ 250 പ്ലേയേഴ്സ് ഉണ്ട്. അത് 150 ആണെങ്കിൽ ഗൈസ് അത് 150 ആണെങ്കിൽ ഒന്നുകൂടി കിട്ടാൻ ചാൻസ് കൂടും. അപ്പൊ ലാസ്റ്റ് ഈ 2 ഹൈലൈറ്റ് നമുക്ക് അടിച്ചത്. അപ്പൊ 150 ആണെങ്കിൽ ഒന്നുകൂടി കിട്ടാൻ ചാൻസ് കൂടും. കാരണം ഇത് 250 ഉണ്ടല്ലോ. പിന്നെ പുറത്തിന് ഇത് ഫ്രീ ട്രൈ ഇല്ലേ, മറ്റേ കോൺസ്. അപ്പൊ രണ്ടും കുറച്ച് വ്യത്യാസമല്ലേ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഫ്രീ ട്രൈ എടുത്തു നോക്കാം. അതേമാതിരി ഗൈസ് നമുക്ക് ആക്കി നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ചാൻസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതാ മാറിപ്പോയി, സോറി ഗൈസ്. 10 3 ക്യാൻസൽ ആക്കുക. പിന്നെ ഫ്രീ ട്രൈ ഉണ്ട്. 900 കിട്ടും, അങ്ങനെ കിട്ടും. ഈ പ്രാവശ്യം നമുക്ക് ജെറാഡിനെ ഇട്ടോക്കാം. കിട്ടിയാലോ അന്ന് സാധാരണ നമ്മൾ നടുവത്തെ
പ്ലെയറിനെ തൊട്ടീനത് ഇങ്ങോട്ട് അന്ന് ആ പ്ലെയറിന് കിട്ടുകയും ചെയ്തതിനു ഇപ്പൊ ഓർമ്മയില്ല. ആ അക്കൗണ്ട് ഇന്ത്യന്ന് പോവുകയും ചെയ്തു ലിങ്ക് ആക്കാതെ. അപ്പൊ ഇതിൽ നടുവ് തരം വെച്ച് കിട്ടുകയാണ്. ആ കീപ്പർ കിട്ടിയാ പിന്നെ പോയില്ലേ. ഇതില് CF ഇതില് വെള്ളയാണ് ഗൈസ്. നമുക്ക് കൊനാമിനെ പകല ഫ്രീ ട്രേഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോയി അത് കറക്കി വെക്കാം. എടുത്ത് നോക്കിയാണ്ട് അതിത്ത് പോയി കറക്കാം. മിഷൻസ് 1 ബില്യൺ കറക്കി വെക്കാം. എടുക്കുക കറക്കി വെക്കാം. എടുക്കുക ഏകദേശം ബാക്ക് അടിച്ചുകൊണ്ട് അവിടെ കോൺട്രാസ്റ്റ് കയറിയാണ്ട് ഫസ്റ്റ് നമുക്ക് ഇത് പോയിക്കണ്ടേ നമ്മളെ ഗെയിം ലിസ്റ്റ് മെയിൻ അക്കൗണ്ട് ആക്കി വെക്കാം. അതിലെങ്കിലും കിട്ടിയാലോ. ഇപ്പൊ നമുക്ക് ബാക്ക് അടിച്ചുകൊണ്ട് കോണ്ടാക്ട് പോയി തൊടാ. ഇപ്പൊ അതിന് മുമ്പ് നമ്മളെ ലിങ്ക് പ്ലേ ബാക്ക് ഇല്ല, അതിന്റെ ഫ്രീ ട്രെയിൻ ഉണ്ട്. അപ്പൊ കറക്കി വെക്കാം. ഇതിൽ മെയിൻ ടാർഗറ്റ് വെച്ചാൽ നമുക്ക് ഷോർട്ട് ടൈം കിട്ടിയാൽ ഇറക്കുന്നില്ല, എന്നാലും അതെങ്കിലും കിട്ടും ഫ്രീ ട്രയല്. അപ്പൊ ഈ കണ്ട പ്ലേയേഴ്സിന്റെ ഫ്രീ ട്രയൽ കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ. ഇത്രയും പാക്കില് ഇതിൽ മെയിൻ ടാർഗറ്റ് തന്നെ ഗുള്ളിറ്റ് പിന്നെ ഡൈവിഡ് ഇല്ലേ, അവർ രണ്ടാളാണ്. ഇപ്പൊ ഫസ്റ്റ് ഗുള്ളിറ്റിനോടുക. ഗുള്ളിറ്റ് ഫോക്സിന്റെ വെക്കുന്ന അറിയാലോ, എല്ലാ ഭാഗത്തും ഒരു സെയിം പ്ലെയർ ഇല്ലേ ഡൈവ്. പിന്നെ അതിന് നമുക്ക് ഡൈവിഡിനോടാ. അപ്പൊ ഇതൊക്കെ ആക്കിയാണ്ട് ബാക്ക് അതാ വിശത്താത് നമുക്ക് ബാക്ക് അടിച്ച റൊട്ടേഷൻ മീറ്റർ ഒക്കെയുണ്ട്. 2 3 4 5 5 റൊട്ടേഷൻ 5 ബാക്ക് അടിച്ചിട്ടുണ്ട്. ഫീഡറായി 2 3 4 5 സ്പിൻ ചെയ്ത് ഫ്രീ സ്പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതിലും നമുക്ക് എന്തുമില്ല, വെറുതെ ആണ്. അതിനുശേഷം നമുക്ക് ഷുവറായിട്ട് എപ്പിക്കണ കൊനാമിന്റെ നല്ല മനസ്സില്ല ഫ്രീ ട്രൈ. അതിലെങ്കിൽ കിട്ടുക വയസ്സ് നമുക്ക് നോക്കി വെക്കാം. എവിടെയാണ് ഇതിങ്ങനെയൊക്കെയാണ്. ഇതിലിച്ച് നമുക്ക് ഡയറക്റ്റ് എടുക്കേണ്ടത്. ഇത് ഇഷ്ടപ്പെടാത്ത എന്താ പറയുക, നമ്മളെ പ്ലെയർ ഓഫ് ദി വീക്കിന്റെ ആനിമേഷനാണിത്. അത് ശീശമില്ല. സാധാ ആനിമേഷൻ എനിക്ക് പിന്നെയും കുഴപ്പമില്ല. ഇത് പ്ലെയർ ഓഫ് ദി വീക്കിന്റെ ആനിമേഷനുകളാക്കിയത്. അത് 10 ഇഷ്ടപ്പെടില്ല ഗൈസ്. ഇത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പ്ലെയർ ഓഫ് ദി വീക്കിന്റെ ആനിമേഷൻ ആയതുകൊണ്ടേ എല്ലാ ഇഷ്ടപ്പെടില്ല ഗൈസ്. ഫ്രീ സ്പിന് അത് നമ്മൾ ആരും തൊടാനും കൊടുത്തുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് 86 MF ടൂട്ടിയല്ലേ ഗൈസ്, ടൂട്ടി അടിച്ചു ഗൈസ് ടൂട്ടി അടിച്ചു ഗൈസ്. യെസ് ഗൈസ് നമുക്ക് ടോട്ടിനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ടോട്ടിനെ ആ കീപ്പറിട്ട് വിചാരിച്ചൊക്കെയാണ് ഗൈസ്. ഓടാണ് ഫ്രീ ഡ്രൈ അവിടെ പോയി ഉടനെ ഞാൻ ഫ്രീ ഞാൻ പോവും ചെയ്തില്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്നു. നമ്മൾ 222 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ 28 കറക്കിയത്, കാരണം വെച്ച് 2 ദിവസം ലോഗിൻ ചെയ്തില്ല. അങ്ങനെ 2 ഫ്രീ ഡ്രൈവ് പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ആ ടോട്ടിനെ ലെവൽ ട്രെയിനിങ് ഒക്കെ ചെയ്ത് അവന് റേറ്റിംഗ് എത്ര വരെ പോകുന്നുണ്ട് ഒക്കെ നോക്കി വെക്കാം. ഇതിലും കാണാമല്ലോ ഷോർട്ടിൽ എടുക്കുക, ഓർഡർ ഓഫ് സൈനിങ് എടുക്കുക ഗൈസ്. അത് ഡണ്ണക്ക ഇതുവരത്ത് നമുക്ക് 2 ഹൈലൈറ്റ് ഒക്കെ കൊടുത്തൊക്കെ എടുക്കുന്നുണ്ട്. ഇതോടെ അവിടെ മെസ്സിന് കാണിച്ചൊക്കെ അല്ലേ ഗൈസ്. നമ്മൾ ടോട്ടിനെ നമ്മള് മെസ്സിന് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓവർ റേറ്റിംഗ് ഇങ്ങനെ മെസ്സിനോട് വെക്കാം. ഇപ്പൊ തന്നെ പിന്നെ ഞാൻ വില ആക്കുന്നില്ല, പിന്നെ ഇങ്ങനെ കളിച്ചല്ലേ. അപ്പൊ വില പിന്നെ ആക്കലൊന്നുമില്ല. അപ്പൊ നമ്മളെ മെസ്സിന്റെ അടുത്ത് ഇവിടെ വെക്കുക, അവിടെ സബില് നമുക്ക് കെയിന്റെ പകരം വെക്കാം. വലിയ അക്കൗണ്ടില്ല ഉണ്ട് എന്നാലും. അപ്പൊ 69 ടോട്ടിനെ ലെവൽ ട്രെയിനിങ് ചെയ്ത് വെക്കാം. ഓട്ടോ സെലക്ട് ഒക്കെ വെക്കാം, അത് നല്ലത് തോന്നുന്നുണ്ട്. ഓട്ടോ സെലക്ട് ഒക്കെ ആവാം. അപ്പൊ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒക്കെ പോയി നമ്മ കൊറേ നോക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഓലാണ് ആക്കി തന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടിൻ ഉണ്ടെങ്കിൽ ഇതായ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളെന്തായാലും ടോട്ടിന് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ അപ്പോൾ ഇത്ര